Yes, welcome back to Arcanex. So metals എന്ന ചാപ്റ്ററിലെ SCRT ചോദ്യപേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് തുടങ്ങിക്കോ. ഓക്കേ, CBSE ടൈപ്പിലുള്ള ചോദ്യമാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് കാണുക. സോ ആദ്യം A എന്ന് പറയുന്ന കോളം, B എന്ന കോളം ഉണ്ട്. എയില് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓറിന്റെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബിയില് ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് ഇവയെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞത് ഓർ പാർട്ടിക്കിളിന് വെയിറ്റ് കൂടുതലും ഇമ്പ്യൂരിറ്റീസിന് വെയിറ്റ് കുറവുമാണെങ്കിൽ, ആർക്കാ ഓർ പാർട്ടിക്കിളിന് വെയിറ്റ് കൂടുതലും ഇമ്പ്യൂരിറ്റീസിന് വെയിറ്റ് കുറവുമാണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കും അല്ലെ? വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഏതാണ്? ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കാൻ നമ്മൾ അരിയൊക്കെ നമ്മള് ഗോതമ്പ് അരിയൊക്കെ കഴുകിയെടുക്കുന്നില്ല, ജസ്റ്റ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെയിറ്റ് കൂടുതലുള്ള സാധനം താഴോട്ട് പോകുന്നു, വെയിറ്റ് കുറവുള്ള സംഭവങ്ങളൊക്കെ വെള്ളത്തിൽ പൊങ്ങി. വേണ്ടാത്ത കാര്യങ്ങൾ ലൈറ്റർ ആയിരിക്കും, അത് മുകളിൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. സോ ഈസി ആയിട്ട് അരി കഴുകുന്ന ഓർത്താൽ മതി. അടുത്തതെന്ന് പറയുന്നത് ഓർ പാർട്ടിക്കിൾസ് ലൈറ്റർ ആണ്, അവരാണ് എന്ത് ചെയ്യാ പൊങ്ങി കിടക്കാൻ ചാൻസ്. അതായത് ഓർ പാർട്ടിക്കിളിന് വെയിറ്റ് കുറവും ഇമ്പ്യൂരിറ്റീസിന് വെയിറ്റ് കൂടുതലുമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് മെത്തേഡ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് ആണ്. യെസ്. ആൻഡ് മൂന്നാമത്തേത് മാഗ്നറ്റിക് നേച്ചർ ഓഫ് ഓർ. ഓറിന് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ, കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ ഏത് മെത്തേഡ്? ഇമ്പ്യൂരിറ്റീസിന് മാഗ്നറ്റിക് നേച്ചർ അങ്ങനെ എന്താ ഏത് ഉപയോഗിക്കുക? മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കില്ലേ? കാന്തിക വിഭജനം വഴി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ മെത്തേഡ് യൂസ് ചെയ്യുക. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം ഇതാ. Incomplete equations related to the concentration of zinc ores are given below. Incomplete കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ സിങ്ക് കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുകയാണ്. സിങ്ക് ഓർസിന്റെ, സിങ്ക് അയിരുകളുടെ കോൺസെൻട്രേഷൻ ആണ് തന്നിരിക്കുന്നത്. സോ സിങ്ക് കാർബണേറ്റിനെ ഹീറ്റ് ചെയ്താൽ എന്ത് കിട്ടും? അതായത് കാർബണേറ്റുകൾ ഓക്സൈഡുകളാക്കി മാറ്റാനാണ് കാര്യമായിട്ട് ഉപയോഗിക്കുക. കാർബണേറ്റുകളെയും സൾഫൈഡുകളെയും ഓക്സൈഡുകളാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് ഇത് എന്ന് ഓർമ്മിക്കുക. അപ്പൊ സിങ്ക് ഓക്സൈഡ് ആണ്. ZnOയും കാർബൺ ഡൈ ഓക്സൈഡുമാണ് നിങ്ങൾക്ക് കിട്ടുക. ഇവിടെ ഓക്സിജന്റെ പ്രസൻസിൽ അല്ല ഹീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത സിങ്ക് സൾഫൈഡിൽ ഓക്സിജൻ ഹീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താ കിട്ടുക? സിങ്കിന്റെ എന്ത് തന്നെ കിട്ടുക? സിങ്ക് ഓക്സൈഡ് തന്നെ കിട്ടുക. ഓക്സൈഡ് ആണ് കിട്ടുക. ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് കാർബണേറ്റുകൾ ഓക്സൈഡുകളാക്കി മാറ്റുന്നു, രണ്ടാമത്തത് സൾഫൈഡുകൾ ഓക്സൈഡുകളാക്കി മാറ്റുന്നു. ഒന്നാമത്തെ ഓക്സിജൻ ഇല്ലല്ലേ? രണ്ടും സിങ്കിന്റെ കോൺസെൻട്രേഷൻ ആണ്. സിങ്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത് സിങ്ക് കാർബണേറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാം, സിങ്ക് സൾഫൈഡുകളിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാം. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. അപ്പൊ എക്സാം വരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു സിങ്ക് ഓക്സൈഡ് തന്നെയാണ്. ഹൗ ഡസ് കാൽസിനേഷൻ ഡിഫർ ഫ്രം റോസ്റ്റിംഗ്? എങ്ങനെയാണ് കാൽസിനേഷനും റോസ്റ്റിംഗും ഡിഫറെന്റ് ആയിട്ടുള്ളത്? മെത്തേഡ് കാൽസിനേഷൻ ആണോ റോസ്റ്റിംഗ് ആണോ? അവിടെ ഓക്സിജൻ കൊടുക്കാതെയാണോ ഓക്സിജൻ കൊടുത്തിട്ടാണോ ഹീറ്റ് ചെയ്യുന്നത്? ആദ്യത്തെ മെത്തേഡ് നോക്ക്, ഓക്സിജൻ ഇല്ല. രണ്ടാമത്തെ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. അപ്പൊ ആദ്യത്തെ മെത്തേഡ് ഏതാണ്? ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റിംഗ്. എന്താ പറയുക? റോസ്റ്റ് ചെയ്തെടുക്കുക, ഓക്സിജൻ കൊടുത്തിട്ട് ഹീറ്റ് ചെയ്യുക അല്ലെ? അപ്പൊ ആദ്യത്തെ മെത്തേഡിൽ ഓക്സിജൻ ഇല്ല, സോ അത് കാൽസിനേഷൻ ആണ്. സെക്കൻഡ് മെത്തേഡ് റോസ്റ്റിംഗ് ആണ്. ഓക്സിജന്റെ നടക്കുന്നതാണ് എന്ത്? റോസ്റ്റിംഗ്. അപ്പൊ ഓർത്താൽ മതി, ഓക്സിജൻ ഓക്സിജൻ ഉള്ളത് റോസ്റ്റിംഗ്, ഓക്സിജൻ ഇല്ലാത്തത് കാൽസിനേഷൻ. സിങ്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സൾഫൈഡുകളിൽ നിന്നും കാർബണേറ്റുകളിൽ നിന്നും സിങ്കിനെ നമ്മൾ വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന്. അപ്പൊ ഇനിയും ചോദ്യങ്ങളുണ്ട്. 3 സെറ്റ് 4 സെറ്റ് നമ്മുടെ കയ്യിൽ ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ഡേ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് അപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റേഴ്സ് ചോദിക്കുക മക്കളെ. ബൈ.